തണൽ നമ്മുടെ ഇടം എന്ന ഈ ചാനലിലൂടെ നമ്മൾ തേടിയെത്തിയിട്ടുള്ള രണ്ടാമത്തെ വീടാണിത്. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തത് കിഡ്സ് ബെഡ് തന്നെയാണ്. മോളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും അവൾ കുറേ ഫോട്ടോസ് കാണുമ്പം അതിൽ കുറേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് കുറേയൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഈ കിച്ചൺ കബോർഡുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്വന്തമായിട്ട് വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഞങ്ങൾ ഏകദേശം ഒരു 10-11 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ഭവനം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത്. നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അട്രാക്റ്റീവായി നിൽക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസ് നമ്മൾ ഇതുവരെ കണ്ട ഓരോ കൺസെപ്റ്റിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തണൽ നമ്മുടെ ഇടം എന്ന ഈ ചാനലിലൂടെ നമ്മൾ തേടിയെത്തിയിട്ടുള്ള രണ്ടാമത്തെ വീടാണിത്. ഈ വീട്ടിൽ ശശിനന്ദൻ നിമ്മി ദമ്പതികളുടെ വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ വീടിൻ്റെ വിശേഷങ്ങൾ, അതായത് ഈ വീടിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഈ വീട്ടിനുള്ളിലുള്ള എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. കൂടാതെ നമുക്ക് ഈ വീട്ടിലെ വിശേഷങ്ങൾ കാണാം. ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് തേക്ക് തടിയിലാണ്. ഈ തേക്ക് തടിയിൽ തന്നെ മനോഹരമായി ഒരു ലോങ് ടൈപ്പ് ഹാൻഡിൽ തേക്കിൽ തന്നെ പണി തീർത്ത് മനോഹരമായിട്ട് തന്നെ ഇവിടെ വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് അട്രാക്ഷൻ. ഇത്രയും ലോങ്ങിൽ കാണുന്ന ഈ ഒരു ഹാൻഡിലിൻ്റെ ഒരു ഫിനിഷിങ് അതിമനോഹരമാണ്. കൂടാതെ നമ്മൾ ഇവിടെ തന്നെ ഒരു 2 ചെയർ നല്ല തേക്ക് ഫിനിഷിങ്ങിൽ തന്നെയുള്ള അതേ ഒരു ഫിനിഷിങ്ങിൽ ചെറിയ നമ്മുടെ കടഞ്ഞെടുത്ത പീസുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയൊരു തേക്കിൻ്റെ 2 ചെയേഴ്സും കൊടുത്തിട്ടുണ്ട്. മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. വലിയ രീതിയിൽ വിശാലമായി തന്നെ ഒരു ഹാള്, നല്ല വലുപ്പത്തോടു കൂടി തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള വലിയൊരു ഹാളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഈ ഹാളിൽ നമ്മൾ ഒരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ TV യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാനൽ വർക്കിനോട് കൂടെ ഈ വാളിൽ ടെക്സ്ചർ വർക്ക് ചെയ്ത് അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടെക്സ്ചർ വർക്കിനോട് കൂടെ തന്നെ സെയിം പാറ്റേൺ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഹാളിൻ്റെ ഒരു വശത്ത് തന്നെയാണ് ഇവിടെ പൂജാമുറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പൂജാമുറിക്ക് ഒരു പാസേജ് പോലെ ഇവിടെ ഒരു ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലും പബിൾ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പൂജാമുറിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നമ്മുടെ ഹാളിൽ തന്നെ ചെയ്തിട്ടുള്ള ഈ പൂജാമുറിക്ക് ഒരു സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ പോലെ ഒരു GI പൈപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടാണ് നമ്മൾ പൂജാമുറി ഈ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിനെ തന്നെ ഏറ്റവും അട്രാക്റ്റീവാക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ. ആൻഡ് അതിനോട് കൂടെ തന്നെയാണ് നമ്മുടെ ഈ വാഷ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയൊരു രീതിയിൽ ടെക്സ്ചർ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വലിയൊരു ഓപ്പൺ ഷെൽഫ് അത് ഫുൾ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായി തന്നെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും അട്രാക്റ്റീവായി നിൽക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസ്. ഈ സ്റ്റെയർ കേസ് നമ്മൾ ഇതുവരെ കണ്ട ഓരോ കൺസെപ്റ്റിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സ്റ്റെയർ കേസിൽ തന്നെ ഓരോ കോർണേഴ്സും ബെൻഡാക്കി വുഡിൽ തന്നെ കേർവ്ഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഏറ്റവും സൂപ്പറായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് നമ്മൾ പ്രത്യേകിച്ച് തന്നെ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കോർണേഴ്സും നമ്മൾ ബെൻഡായിട്ട് തന്നെയാണ് ഈ വീടിൽ ചെയ്തിട്ടുള്ളത്. അതോടുകൂടി ഇതിൻ്റെ ഈ ഒരു വാളിൽ ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് അയണിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്പേസ് അയണിങ് സെറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഡ്രസ്സുകളെല്ലാം താഴേക്ക് ഊർന്ന് വീഴാൻ വേണ്ടി, അതായത് അയൺ ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. ഈ സൈഡിലൂടെ നമുക്ക് ഡ്രസ്സുകളെല്ലാം ഇൻസൈഡിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് സുഖമായിട്ട് അയൺ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഈ ഒരു ഏരിയയിൽ സിറ്റിംഗ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഈ വാളിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ വെളിച്ചം ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കൂടാതെ ടെറാക്കോട്ട ടൈല് കൂടി കൊടുത്തിട്ടുണ്ട്. 3
ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത്. ഈ 3 ബെഡ്റൂമിൽ ഒരു ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ബെഡ്റൂമിൽ ഒന്ന് കിഡ്സ് ബെഡ്റൂമായിട്ടും ഒന്ന് മാസ്റ്റർ ബെഡ്റൂമായിട്ടും ഒന്ന് പാരന്റ്സ് ബെഡ്റൂമായിട്ടും സെറ്റ് ചെയ്തേക്കണ ഈ വീട്ടിൽ ഏറ്റവും സുന്ദരമായി ചെയ്തിട്ടുള്ള ഈ വീട്ടിൽ ഈ പാരന്റ്സ് ബെഡ്റൂമിൽ സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും മിനിമൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ബാക്കിലെല്ലാം നമുക്ക് ഒരു കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഏരിയ ബേ വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഉദാഹരണമാണ്. കാരണം നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ചെറുതായിട്ട് തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ട് ഈ സൈഡ് ടേബിളിനോട് കൂടെ ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ ബേ വിൻഡോ ഒരു സെപ്പറേറ്റ് ബോക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരിടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു മനോഹരമായ ഒരിടമാണ് ഈ ഒരു ബെഡ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതൊരു ഗ്രീൻ ടച്ചിലാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻ ചെയ്തിട്ടുള്ളത്. ബാക്ക് ഹെഡ് റെസ്റ്റ് എല്ലാം ഗ്രീൻ ലാമിനേറ്റ് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ കുഷ്യൻസ് എല്ലാം ഗ്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ ഒരു ബേ വിൻഡോ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ബേ വിൻഡോയിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാനോ എന്തിനും നമുക്ക് സാധിക്കും. ഈ ബെഡ്റൂമിലെ വാർഡ്രോബ് എല്ലാം നമ്മൾ ടോപ്പ് ലോഫ്റ്റ് വരെ ചെയ്തിട്ടുള്ളത്. അതും സെയിം പാറ്റേണിലുള്ള ലൈറ്റ് ഷെയ്ഡിലുള്ള വുഡൻ ലാമിനേറ്റ്സും അതുകൂടാതെ ഈ ഡോർസ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഫിനിഷിലുള്ള ഗ്രീൻ ലാമിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. എഡ്ജസ് എല്ലാം നോർമൽ ഫിനിഷ് PVC എഡ്ജ് ബാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായി ഏറ്റവും സുഖമായി ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനൊരു ബുക്ക് ഷെൽഫ് പോലെ ആ ഒരു ഏരിയയും കൂടി നമ്മൾ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു ഹൈഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ബെഡ്റൂമിലാണ് ഇന്നുള്ളത്. ഈ ബെഡ്റൂം ഇവിടെയുള്ള ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കളർ തീം എല്ലാം ബേബി ഗേൾസിന് അനുസരിച്ചിട്ടുള്ള ഒരു കളർ തീം തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കളർ തീമിനനുസരിച്ചിട്ട് തന്നെ നമ്മളിവിടെ ഹാൻഡിൽസും കൊടുത്തിട്ടുണ്ട്. ആ ഹാൻഡിൽ ലാമിനേറ്റ് മൾട്ടിവുഡ് തന്നെ കട്ട് ചെയ്ത് ലാമിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഹാൻഡിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും രീതിയിൽ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള സൗകര്യത്തിന് ഒരു സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ 2 ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടിനകത്ത് നമ്മൾ ഈ കോട്ടിൻ്റെ അടിഭാഗം എല്ലാം ഈസി ആയിട്ട് ആക്സസബിൾ ആവുന്ന രീതിയിൽ ഡ്രോവേഴ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായി ഈ ഒരു ഏരിയ ഫുൾ ഈ വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഇതിനോട് ഈക്വലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ബെഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് തന്നെ ആ വാർഡ്രോബിനകത്ത് കുഷ്യൻസും കൊടുത്തിട്ടുണ്ട്. തണലിടങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്രയുടെ 2ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തണലിടങ്ങൾ തേടിയുള്ള നമ്മുടെ 2ാമത്തെ യാത്രയാണ് ഇത്. ഈ വീട് ഏറ്റവും സന്തോഷകരമായി തീർത്തു കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും പുതിയ തണലിടങ്ങൾ ഏറ്റവും ഓരോ വീടും ഓരോരുത്തർക്കും ഓരോ തണലിടങ്ങൾ തന്നെയാണ്. ഏറ്റവും സന്തോഷം ലഭിക്കുന്ന ഒരിടമായി മാറുന്ന ഒരു തണലിടങ്ങളാണ്. ഈ തണലിടങ്ങൾ തേടിയുള്ള യാത്ര ഇനിയും നമ്മൾ തുടരും. അപ്പോൾ ഏറ്റവും സന്തോഷമായി തീർക്കാൻ സാധിച്ച ഈ ഒരു വീടിന് ഈ ഒരു വീട്ടുകാർക്ക് സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളുടെ ഇനിയുള്ള യാത്രകളിൽ നമ്മളുടെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വേണ്ടി തരിക. നിങ്ങൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കുക. ഇനിയും നല്ല കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും. താങ്ക് യു.